അമ്പോ കള്ളം കയറി ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ ഇത് അപ്പൊ ഇന്നെനിക്ക് റെസ്റ്റ് അല്ലയോ? ആ റെസ്റ്റ് തന്നെ നിനക്ക്. ഇന്നെന്ത് പറ്റി? 10 മണി ആയില്ല കേട്ടോ, 7 മണി ആയിട്ടുള്ളൂ. എടാ പാല് കത്തിക്കടാ. ഓ വളിച്ച ചിരി മാത്രമേ ഉള്ളൂ അല്ലേ? ആ കത്തിച്ച. ആ ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടേ. ഓ ആയിക്കോട്ടെ. ഞാൻ നോക്കി തുടങ്ങണേ. ഇന്നലെ മൊത്തം 2 ബൂമർ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഓ ഓ ഓ ഓ മലയാളി ഇന്ന് നേരത്തെ വന്നെന്നെ അറിയാനുണ്ട് കേട്ടോ. ആ എന്നാ പോലും സാധാരണ ഒരു ഈച്ചയിലും കാണുന്നതാ. എന്നെ അല്ല ടേബിൾ ഉറക്കി. ടേബിള് ഉള്ള പണി മനസ്സിലാക്കാം, പക്ഷെ ഈ രാവിലെ വന്ന് കാണിച്ചു കൂട്ടുന്നാ മനസ്സിലാവാത്തത്. ആ തളച്ചോടാ. ഓ ചായ വേണോ? ആ എന്നൊരു ബൂസ്റ്റ് അടി. ബൂസ്റ്റാ? എന്നും ബ്രൂ അല്ലായിരുന്നോ? ആ എന്നാ ബൂസ്റ്റ് ഞാൻ കുടിച്ചിറങ്ങും. ഓ ആകാവേ. ആ ചെയ്യും. എക്സ്ക്യൂസ് മീ. ആള് വന്ന് നിൽക്കുന്നു, പോയി നോക്കിയേ. അല്ലേലും അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോലും സമ്മതിക്കൂല. എന്ത് വേണം? എബി ഇല്ലേ? ഓ അല്ലേലും അങ്ങനെ വരൂ. മലയാളി ദേ വിളിക്കുന്നു, ഇപ്പൊ വരും. ആ വരുന്നേ. ഹായ് പോരെ. എന്താ പേര്? ശ്രുതി എന്നാ പേര്. ഓ അതേക്ക് ഇരിക്കാൻ. ആ ഓക്കെ. ഹായ് കോഫി അല്ലേ? ആഹാ നല്ല ഓർമ്മയുണ്ടല്ലോ. ആരുടെ ഒരു പ്രൂവേ? അല്ല ഓക്കെ ബോസ്. തനിക്ക് വേണ്ട ഇപ്പോ? 2 എടുത്തോ. കൊള്ളാടാ, നിന്നെ ഇങ്ങനെ കണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു യു. നിനക്ക് സുഖമല്ലേ? എനിക്കെന്താ സുഖമായിട്ട് പോകുന്നു. നീ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. അല്ല നീ സിംഗപ്പൂർ അല്ലായിരുന്നു? എന്താ നിർത്തി പോന്നെ? ആഹാ എല്ലാം അറിയുന്നുണ്ടല്ലോ. അല്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഹസ്ബൻഡ് അടുത്തേക്ക് പോകാം, അപ്പോൾ ഇനി ഒരുമിച്ച് നിൽക്കാമല്ലോ എന്ന് ഓർത്തു. ഓ അപ്പോൾ കേട്ടൊക്കെ ശരിയാണല്ലേ. എന്നാലും ഈ ഒരു സെറ്റപ്പ് ഒക്കെ എപ്പോൾ തുടങ്ങിയാണ് നീ? അല്ല കുറച്ചാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലോങ് ട്രിപ്പ് പോയി സോളോ, പിന്നെ തിരിച്ചു വന്നപ്പോൾ കൈ വെച്ചു. ആരുടെയൊക്കെയോ ഭാഗ്യം, നന്നായിട്ട് പോകുന്നുണ്ട്. കോഫി. ഇതാരുൺ, എൻ്റെ ചങ്കെന്ന് വേണേൽ പറയാം. പിന്നെ ചങ്ക് അടിമക്കണ്ണാണ്, അതിനാണ് ഈ സുഖപ്പീരി. ഹായ് ഐ ആം ശ്രുതി. ഓക്കെ ഓക്കെ. എന്താ കഴിക്കാൻ? നോ താങ്ക്സ് ഐ ആം ഡൺ. മുതലാളി ഉണ്ടാക്കിയ കേക്ക് പോലും വേണ്ടേ? ആ അതെന്തായാലും വേണം, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകോളാം. എന്നാ പിന്നെ ആകട്ടെ. പോടാ. ഓ അതും ആവാം. വണ്ടി ഒന്ന് കയറ്റിയിടണേ. നിനക്കൊരു മാറ്റമില്ലല്ലോ, പാവാടവൻ. പാവൊക്കെ അടി. പുള്ളിക്ക് ആദ്യം ഒരു അഫെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കാലിന് ചെറിയ വിഷയമൊക്കെ ഉണ്ടായി. അപ്പോൾ അവൾക്ക് പുള്ളിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാരണം നിൻ്റെ ചിരി ശരിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി വന്നതിന് പിന്നെ കട നന്നായിട്ട് ഓടുന്നുണ്ട്. ആത്മാർത്ഥത ഉള്ളവനെ. എന്ത് ചെയ്യുന്നു ഫാമിലിയൊക്കെ? വഴിയെ പരിചയപ്പെടണം, എന്നിട്ട് ഞാൻ പോകുന്നു. പിന്നെന്താ ഇങ്ങനെ കാണാൻ? ഞാൻ ഹസ്ബൻഡ് അടുത്തേക്ക് പോവാം. പുള്ളിയിൽ ജോലി റെഡിയാക്കിയിട്ടുണ്ട്, അപ്പം അങ്ങോട്ട് പോകണം. അതുകൊണ്ട് നിന്നെ കണ്ടിട്ട് പോകണമെന്ന് ഓർത്തു. ഉദ്ദേശം ക്ഷമാപണമായിരിക്കും അല്ലേ? എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നീയാണ്. അത് റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും. നമ്മുടെ റിലേഷൻഷിപ്പ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷെ നിനക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ ഞാൻ നിന്നെ പറ്റിച്ചിട്ട് പോയതാണെന്ന്? ഹേയ്, ഇതുവരെ തോന്നിയിട്ടില്ല? അന്നോട്ട് ഇന്ന് വരെ ഒരിക്കലുമില്ല. എനിക്കിതിൻ്റെ റീസൺ അറിയണം. നിന്റെ ചിരിയല്ല വേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പ്, പ്രണയം എന്നൊക്കെ പറയുന്നത് പലർക്കും പല രീതിയിലാണ് ഫീൽ ആകുന്നത്. ലൈക്ക് ഡ്രീം കേക്ക്, അതിനിപ്പോൾ പല ലെയേഴ്സ് ഉണ്ട്. ലൈക്ക് കെയറിങ് ആകാം, ടോക്കിംഗ് ആകാം, സെക്സ് ആവാം, മെമ്മറീസ് ആകാം. പക്ഷെ എല്ലാം കൂടെ ചേർന്നൊരു ഫീൽ ഉണ്ടല്ലോ, ലവ്.
ദ ടേസ്റ്റ് ഓഫ് ഡ്രീം കേക്ക്. നല്ല ഫിലോസഫിയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത പരിപാടി ഉണ്ടോ നമ്മുടെ? പോയേക്കാം. അരുണേ ബൈ. ബായ് മുതലാളി, സ്പെഷ്യൽ ഡ്രിങ്ക് കേൾക്കാം. ഇതല്ലേ മറ്റേ ടീം, കണ്ണോടച്ച് വിശ്വസിച്ചിട്ട് കണ്ണിച്ചോരയില്ലാതെ പോയതല്ലേ? ഇതെൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു. ആഹാ, മുതലാളി ഉണ്ടാക്കിയ കേക്കാണല്ലോ. പോവാം. ഓക്കെ. ഇതെന്താ ഇവിടെ? വാ പറയാം. ഇതാണ് എൻ്റെ മോള്. ബാക്കി എല്ലാവരും സ്കൂളിൽ പോയി. ഇല്ലേ, നല്ല രസമായിരുന്നു തന്നെ. അപ്പൊ മോളുടെ അമ്മ, ഐ മീൻ ഈ വൈഫ് എബി, പോവാം. എടാ എടാ എബി, ആ സത്യമായിട്ടും അന്നത്തെ എൻ്റെ അവസ്ഥ. എടാ, നീ വീട്ടിൽ ഇതുവരെ എടാ, നീ ഒന്നും പറയണ്ട. എനിക്കൊന്നും അറിയാൻ വേണ്ട. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും അവരുടേതായ ചോയ്സസ് ഉണ്ട്. ഒരു പക്ഷേ നീ എന്നെ ഉപേക്ഷിച്ച് പോയതും എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കാം. സോ നീ വിട്. എടാ എന്നാലും ചെറുപ്പം മുതലേ ആരുമില്ലാണ്ട് വളർന്നതുകൊണ്ടാവാം ബന്ധങ്ങൾക്ക് അത്രമേൽ മൂല്യം നൽകിയത്. നിന്നിൽ ഞാൻ അത്ര ആഴപ്പെട്ടു പോയത്. നീ ബായ് പറഞ്ഞു പോയ ഒരു ഗ്യാപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊന്നായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഫുഡ് കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, മിണ്ടുന്നില്ല, കരയാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിടോ. യുനോ, എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ സൂയിസൈഡായി. നീ എന്തേ പറയുന്നേ? അവന്മാർക്ക് എന്തിൻ്റെ ഭ്രാന്തായിരുന്ന എന്തോ, മരുന്നില്ല എന്നാവുന്നത് പറഞ്ഞതാ. കേട്ടില്ല, എന്നെയും പിടിച്ച് വണ്ടിയിലിട്ട് ആ ഓഫനേജിൽ ക്രിസ്മസ് ആഘോഷത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പോയതാ വൈകുന്നേരം. ആരാ? വിവേകോ ആകാശമായിരിക്കും. ഭ്രാന്തന്മാർ ശരിക്കും വട്ടാട്ടവന്മാർക്ക്. ചുമ്മാ അങ്ങ് വന്നോളും. പോടാ ചുമ്മാ. അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും പാട്ടും കൂത്തും. ഞാനാണേൽ പെടാപ്പാട് ഇറങ്ങി ഓടാനാ തോന്നിയത്. പക്ഷെ രണ്ടെണ്ണവും ചുറ്റും നിൽക്കുമല്ലേ, എനിക്ക് തീരണം, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും ചെയ്യില്ല എന്ന് വാക്കുകൊടുത്തപ്പോൾ സാറന്മാർ സമ്മതിച്ചു.
കുറച്ചു നേരം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനിറങ്ങി നടന്നു. എങ്ങോട്ട്? ആർക്കറിയാം, എനിക്കാണെങ്കിൽ അവിടെ അവന്മാരെ മാത്രമേ അറിയുള്ളൂ. പിന്നെയാണ് സ്ഥലം. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നടന്നപ്പോൾ ഒരു വേസ്റ്റൊക്കെ ഇടുന്ന ഒരു സ്ഥലമെത്തിയപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒരു പൊതി എൻ്റെ കാലിൽ തട്ടി. ചുമ്മാ എന്തോ തോന്നി കാലുകൊണ്ട് കവർ മാറ്റി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. പറഞ്ഞാൽ ചോര പോലും മാറാത്തൊരു പൊടിക്കുഞ്ഞ്. അയ്യോ, എന്നിട്ടോ? ആ കുഞ്ഞിനെയും കോരിയെടുത്ത് പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഒന്ന് മാത്രം എനിക്കറിയാം, ഞാൻ ശരിക്കും അലറുന്നുണ്ടായിരുന്നു. നേരെ ഓടിയത് ഓർഫനേജിലെ അമ്മമാരുടെ അടുത്തേക്കാണ്. എൻ്റെ കരച്ചിൽ കേട്ട് അവരൊന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കവറിലൊരു കുഞ്ഞുണ്ടായിരുന്നു. അവരതിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആരും അല്ലഞ്ഞിട്ടും അത് തിരിച്ചു വരുന്ന അത്രയും ദിവസം ഐസിയുടെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുമ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അതിനൊന്നും സംഭവിക്കല്ലേ. കുറേ നൂലാമകളിൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടിയപ്പോൾ അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു, സ്വർഗമായിരുന്നു. നീ ചോദിച്ച അവളുടെ അമ്മേനെ എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ അവളെൻ്റെ മോളും അവരെല്ലാവരും എൻ്റെ കുട്ടികളുമായി. ന്യൂ ലൈഫ്. എല്ലാം കൂടെ കുറച്ച് ടൈം എടുത്തു ഒന്ന് സെറ്റാവാൻ, എല്ലാം കൊണ്ട്. ബട്ട് നൗ ഐ എം ഹാപ്പി. ഞാൻ എന്ത് പറഞ്ഞാലും അതെനിക്ക് ന്യായീകരണമായിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ ചോയ്സുകളുണ്ട്. ബട്ട് അത് ആരെയും ഇല്ലാതാക്കാനുള്ളതായിരുന്നെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ നീ എനിക്കൊരു സമയം പോക്കായിരുന്നു പറഞ്ഞാൽ നിനക്ക് ദേഷ്യമൊന്നാവില്ല? നെവർ, ഒരിക്കലുമില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്നത്? ഇവിടെയൊക്കെ ഓരോരുത്തർമാർ ആസിഡായിട്ടും കത്തിയായിട്ട് ഇറങ്ങി നടക്കുന്ന കാലമാണ്. അപ്പോൾ നീ ഇങ്ങനെ? അത് തിരിച്ചറിവ് വരാത്തതുകൊണ്ടാവാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാവാം. നമുക്ക് റിക്കവർ ആവാനുള്ളത് നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം. പറയാൻ എന്തെളുപ്പം. കുറച്ചു മുന്നേ നീ തന്നെയല്ലേ പറഞ്ഞേ നീ ഈ സിറ്റുവേഷനൊക്കെ കടന്നുപോയ ആളാണെന്ന്. എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, കണ്ണാടിയുടെ മുമ്പ് പോയിട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കണം, എന്നിട്ട് അറിഞ്ഞൊന്ന് ചിരിക്കണം. ആ കോൺഫിഡൻസ് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ലോകത്ത് മൊത്തം. എന്നാലും നീ ഇത്രത്തോളം വേദനിച്ചല്ലേ, എന്നിട്ടും എങ്ങനെയാണ് നിനക്ക് എന്നോട് ഇത്ര പോലും ദേഷ്യമില്ലാതെ? നീ കാരണം എനിക്ക് കിട്ടിയത് പുതിയൊരു ലൈഫാണ്. അതെന്നെ കൂടുതൽ കരുത്തനാക്കി. പിന്നെ ഞാനെന്തിനെ ഓർക്കണം? ഹലോ, ആ പറടാ. ഷട്ടർ ഇടാൻ നേരം എഴുന്നള്ളൂ. തോടാ ഒന്നിച്ചു പോവാം. പിന്നെ നിന്റെ ചിരി സൂപ്പറാട്ടോ. കണ്ണോടച്ച് വിശ്വസിച്ചിട്ട് കണ്ണിച്ചോരയില്ലാതെ പോയതല്ലേ? കണ്ണ് തുറന്നു നോക്കാൻ പഠിപ്പിച്ചില്ലടാ.